ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വേദപുസ്തകം പഠിച്ചാൽ തീരാത്തതാണ്. ഭൂമിയുടെ 1/3 കര, ബാക്കി മുഴുവൻ വെള്ളമെന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ മഹാസമുദ്രമാണ് വേദപുസ്തകം. അത് നമ്മൾ കുറച്ചൊക്കെ പഠിക്കുന്നു. പൗലോസിന്റെ ഭാഷയാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെടുത്തെന്ന് പൗലോസ് വേറൊരു ഭാഗത്ത് പറയുന്നു. വേറൊരു വശത്ത് പ്രവൃത്തി പുസ്തകം 20:20 പറയുന്നത് പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ, നമുക്ക് പ്രയോജനമുള്ളത്, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക്, നമുക്ക് ഉയർത്തെഴുന്നേറ്റ് വരാൻ, നമുക്ക് രൂപാന്തരം കിട്ടാൻ പ്രയോജനമുള്ള ഉപദേശങ്ങൾ കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാർ മുഖാന്തരം നമുക്ക് തന്നിരിക്കുന്ന പഥ്യോപദേശമാണ്. അത് വായിച്ച് പഠിച്ച് നമ്മൾ അനുസരിക്കണം. ലോകത്തിലെ അറിവുകൾ നേടുന്നതൊന്നും തെറ്റല്ല. അത് നേടി വരുമ്പോൾ അഹങ്കാരം കൂടരുത്. അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഹിന്ദു മതത്തെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചും ജൈന മതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും ഇതര ഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു അളവിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചൊക്കെ പഠിച്ചിരിക്കുന്ന ഒന്ന് നല്ലതാണ്. ഈ കള്ളന്മാരുടെ ആശയങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണെന്ന്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് കമ്മ്യൂണിസം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് അവർക്കറിയത്തില്ല. കമ്മ്യൂണിസ്റ്റ് എന്ന പദത്തിന്റെ പക്കം ഞാൻ പഠിച്ചേക്ക് സമത്വം, ഈക്വാലിറ്റി, ഒരുപോലെ. പിണറായിക്ക് അസുഖം വരുമ്പോൾ അമേരിക്കയിലും ഗോവിന്ദന് അസുഖം വരുമ്പോൾ മെഡിക്കൽ കോളേജിലും കൊണ്ട് തട്ടുന്നതല്ല, അല്ലെങ്കിൽ സാധാരണ ലീഡർമാർക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ട് തട്ടുന്നതല്ല, അവനെയും കൊണ്ടുപോകണം അമേരിക്കയിൽ. അപ്പം അത് സമത്വമായില്ലല്ലോ, കോമാളിത്തരമല്ലേ അത്? കമ്മ്യൂണിസ്റ്റ് ആശയം മനസ്സിലാക്കിയവരല്ല കമ്മ്യൂണിസ്റ്റ് ലീഡർമാർ. കോൺഗ്രസിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയവരല്ല കോൺഗ്രസ്. ഞാൻ ഈ പൊളിറ്റിക്സിൽ എല്ലായിടത്തും കിടന്ന് വരികയിട്ടുണ്ട് കുറേശ്ശെ. അതുകൊണ്ട് എല്ലാത്തെക്കുറിച്ച് ഇച്ചിരിച്ച് അറിവുണ്ട്. ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ കുറിച്ചാണ് കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിച്ച് തീർന്നൊന്നും ചോദിച്ചാൽ തീർന്നില്ല. പഠിച്ച് തീരുന്നതിന് ഞാൻ ഈ ലോകത്ത് മാറ്റപ്പെട്ടു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആയുസ്, സ്തോത്രം, രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കാനുള്ളതാണ്. ഇനി അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ, കുടുംബജീവിതം, സമൂഹ ജീവിതം, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആ ഉപദേശങ്ങൾ ഓരോന്നും വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ള ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പിയ സഭ അനുസരിച്ചു, അല്ലേ? നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഇന്ന് സഭകൾ വചനം അനുസരിക്കുന്നില്ല. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ് ലേഖനം, ആദ്യ ലേഖനങ്ങൾ എഴുതുന്നത്. കാരാഗ്രഹ ലേഖനത്തിൽപ്പെട്ടതാണ് ഈ ഫിലിപ്പിയ ലേഖനം. കാരാഗ്രഹത്തെക്കുറിച്ച് 1-2 വാക്ക് പറഞ്ഞു പോകാം. കളിമണ്ണ് കൊണ്ട്, ഒരുതരം മണ്ണ് കൊണ്ടുണ്ടാക്കിയ കെട്ടിടം. ജനലെന്ന് പറയാൻ ഏറ്റവും മുകളിലൊരു കിളിവാതിൽ, വായുവിന് കിട്ടാൻ. നമ്മെപ്പോലെ 2-3 പാടികളുള്ള ജനലും 1-ാം നെറ്റ് വെച്ച് എയർ സർക്കുലേഷൻ ഒന്നും അന്നൊന്നില്ല. ഇരുട്ടിൽ കിടന്നുകൊണ്ട് ഭക്തൻ എഴുതിയതാണിത്. സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിൽ കിടന്ന് ചങ്ക് പൊട്ടി എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ചങ്ക് തകരണം, നമ്മുടെ കണ്ണുകൾ നിറയണം. ഓ ദൈവമേ, ഞാൻ ഓർത്ത് കരയാറുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് 1-2 ദിവസം ഞാൻ മിക്കവാറും വചനം വായിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട്. കാരണം എനിക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസന്മാർ, രക്തസാക്ഷികളായി തീർന്നവര്, രക്തത്തിൽ മുക്കി എഴുതിയ ഈ വചനങ്ങൾ വായിച്ചിട്ട് തലതിരിഞ്ഞ് പോകല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ പഥ്യവചനം, ഈ പഥ്യോപദേശം കേട്ടിട്ട് നമ്മൾ തലതിരിഞ്ഞ് പോകരുത്. പൗലോസ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണിത്. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എവിടെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വിശ്വാസം, 17 വായിക്കാം, 2:17 കയറ്റി അങ്ങ് വായിക്കാം ഞാൻ. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടി സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിക്കും, എന്നോടുകൂടി സന്തോഷിക്കും. പൗലോസ് രക്തം ഒഴിക്കേണ്ടി വന്നോ? ദൈവസഭയ്ക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞോ? റോമൻ സാമ്രാജ്യം അവൻ്റെ തല വെട്ടിയെടുത്തോ? 2 തിമോഥെയോസിന്റെ ലേഖനം എഴുതി കഴിഞ്ഞ്
ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലൂസിന്റെ തല റോമൻ സാമ്രാജ്യം കൊയ്തെടുത്തു. എന്തിനു വേണ്ടി? സുവിശേഷ നിമിത്തം. സുവിശേഷ നിമിത്തം കോടികൾ ഉണ്ടാക്കി സുഖിക്കുന്ന സുഖിയന്മാരെ, നിങ്ങൾക്കൊരു വെല്ലുവിളിയാണ്. നിങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ഇന്ന് നിർത്തിയിട്ട് ഈ സുവിശേഷം തല പൊയ്യാലും അതിൻ്റെ പൂർണ്ണ നിർമ്മലതയിൽ പ്രസംഗിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. നീ രക്തസാക്ഷിയായി തീരുമ്പോഴാണ് നിനക്ക് വിലയും നിലയും വരുന്നത്. അല്ലാതെ വചനമനുസരിക്കാതെ കള്ളത്തര ഇന്ന് പലരും ചെയ്യുന്ന പോലെ വ്യഭിചാരം നടത്തി, കൊള്ള നടത്തി, ആ വിശ്വാസികളുടെ കാശ് അടിച്ചു മാറ്റി, ഇതൊക്കെയല്ലേ ചെയ്യുന്നേ? വിശ്വാസികളെ കൊള്ളയടിക്കുകയല്ലേ ചെയ്യുന്നേ? അങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ദൈവനാമത്തിന് എന്ത് മഹത്വമാണ്? അല്ല, സുവിശേഷ നിമിത്തം രക്തസാക്ഷിയായി തീർന്നാൽ നിനക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം വലുതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന, കാരണം കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് രക്തസാക്ഷിയിലൂടെ ദൈവം അവർക്കൊരു വലിയ സ്ഥാനവും മാനം കൊടുക്കാൻ വേണ്ടി, കിരീടങ്ങൾ കൊടുക്കാൻ വേണ്ടി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു വലിയ പദവിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കും അത് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ. എൻ്റെ ആഗ്രഹമൊക്കെ നടന്നാലായി അല്ലേ? സ്വന്തം അവരുടെയൊക്കെ 7 അയലോകത്തേക്ക് നിൽക്കാൻ നമുക്ക് കഴിയുമോ? സുവിശേഷം വിറ്റ് തിന്നുന്ന, വചനം പ്രസംഗിക്കാൻ കണക്ക് പറഞ്ഞ് പ്രസംഗിക്കുന്ന ദ്രവ്യാഗ്രഹികളും ധനമോഹികളുമായ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് നിർത്തിക്കോണം. നിർത്തിയിട്ട് എന്ത് ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽക്കണം. ഒരുത്തൻ വചനം പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസംഗിക്കുന്ന പോലെ നീ നിന്നെ സൂക്ഷിക്കാൻ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അപ്പോൾ പ്രസംഗം എന്തായിരിക്കണം? ഉപദേശം. നീ ഉപദേശം പ്രസംഗിച്ചാൽ നിനക്കും ഉണ്ട് രക്ഷ, ജനത്തിനും ഉണ്ട് രക്ഷ. അല്ലാതെ ചപ്പൻ ചവറും പ്രസംഗിച്ചാൽ നിനക്കും ഇല്ല രക്ഷ, എല്ലാ വിശ്വാസികൾക്കും ഇല്ല രക്ഷ. ഇത് പറയാതെ എന്ത് പ്രസംഗമെന്നായി ഞാൻ ചിന്തിക്കും. എൻ്റെ പ്രസംഗത്തിന് അധികം ആരും മാർക്കൊന്നും ഇടാറില്ല, ഇടണമെന്ന് എനിക്ക് ആഗ്രഹവും ഇല്ല. യൂട്യൂബിൽ ഇത് ലക്ഷങ്ങൾ കേട്ടിട്ട് കാശ് കിട്ടണമെന്നുള്ള താല്പര്യവും ഇല്ല. ചെവിയുണ്ടെങ്കിൽ കേൾക്കട്ടെ, മനസ്സ് വെച്ച് കേൾക്കുന്നെങ്കിൽ കേട്ട് ദൈവരാജ്യം പ്രാപിക്കാൻ ഒരുങ്ങുന്ന മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. നോക്കി, പത്രോസിന്റെ 1-ാം പ്രസംഗത്തിൽ പത്രോസ് പറഞ്ഞത് എന്താ? ഈ വക്രതയുള്ള തലമുറ നടുവിൽ രക്ഷിക്കപ്പെടുവീൻ. കർത്താവ് എന്ത് പറഞ്ഞു? ഇത് വക്രതയും കോട്ടമുള്ള തലമുറ. കർത്താവും പറഞ്ഞു, അപ്പോസ്തലനും പറഞ്ഞു. ഇന്നത്തെ ഒരു പറയുന്നത് ഇത് നല്ല ഒരു കുഴപ്പമില്ല, ഹൈടെക് യുഗമാണ്, കമ്പ്യൂട്ടർ യുഗമാണ്, വേറെന്തൊക്കെയാ പറയുന്നത്? ഡിജിറ്റൽ യുഗമാണ്. ഒന്ന് ഞെക്കിയാൽ മതി, മിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോകും. തോക്കൊന്നും എടുത്ത് വെടിവെക്കണം. നല്ല കാര്യമാണ്. കത്തിക്കാൻ വെച്ചേക്കുക. പ്രമാണം അനുസരിക്കാത്തവനെ കത്തിക്കാൻ വെച്ചിരിക്കുക ദൈവം. ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ പ്രമാണം അനുസരിക്കാത്തവൻ്റെ മണ്ടേ വന്ന് വീഴും ചിലപ്പോൾ. ഹല്ലേലൂയ. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ മണ്ടയ്ക്കും വീഴും. പോരെ? ഇന്ന് ലോകത്തിലെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ കേട്ടോ. ഒരു ചെറിയ ചിത്രം ഞാൻ തരാം. 160-190 രാഷ്ട്രങ്ങളുണ്ടെന്ന് പറയുന്നു. ഈ 160-190 രാഷ്ട്രങ്ങളും ദരിദ്രർ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും. അമേരിക്കയിൽ ദരിദ്രന്മാരും ഡ്രഗ്സിനടിമയായവർ കോടാനുകൂടി മനുഷ്യരുണ്ട്. അവരെല്ലാം സമ്പന്നരാകാൻ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന മാരകമായ ആയുധങ്ങളുടെ തുക മതി. ഓരോ രാജ്യങ്ങളും തമ്മിൽ വെടിവെച്ച് കൊല്ലാൻ, കടിച്ചു കീറാൻ, കൊന്നുമുടിക്കാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മാരകമായ വെപ്പൺസ്, ആധുനിക യുദ്ധോപകരണങ്ങൾ, കെമിക്കൽ വെപ്പൺസ്, രാസായുധങ്ങൾ ഒത്തിരി ഉണ്ട്. അതൊക്കെ ഒത്തിരി പേരിലൊക്കെ അത് പറയപ്പെടുന്നത്. ആറ്റമിക് ബോംബുണ്ട്. ഹിരോഷിമ നാഗസാക്കിയിൽ ഇട്ടതിനേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ള ബോംബുകളാണ് ഉണ്ടാക്കി ഭൂമിയുടെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് അമേരിക്കയിൽ നിന്നൊരു ആർട്ടിക്കിളിൽ ഞാൻ വായിക്കാനിടയായി. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ മാരകമായ വെപ്പൺ സൂക്ഷിക്കാനായിട്ട് അവർ കഷ്ടപ്പെടുന്നു, അവർ ഭയപ്പെടുന്നു.
ഭൂമിയുടെ അടിയിലിരുന്ന് അത് പൊട്ടിയാൽ പോലും ഭൂമിയുടെ മുകളിലേക്ക് വന്ന് അതിൻ്റെ ഭവിഷ്യത്തുകൾ ജനം അനുഭവിക്കേണ്ടി വരുമെന്ന് വല്ലവരും പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാൻ. അതെ, പ്രമാണം അനുസരിക്കാത്തവൻ്റെ മണ്ടയ്ക്ക് ഇതൊക്കെ വന്ന് വീഴുമെന്ന് എനിക്ക് തോന്നിപ്പോവുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇല്ല, കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കാതെ, സുവിശേഷം അനുസരിക്കുക. സുവിശേഷത്തിന് 2 ഭാഗമുണ്ട് കേട്ടോ, അത് പറയാൻ താല്പര്യപ്പെടുക, ശ്രദ്ധിച്ചോണം. സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അതാണ് സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. 2-ാം ഭാഗം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് ജീവിക്കുന്നവൻ അന്ത്യകാല രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ, ഉയർപ്പോ രൂപാന്തരമോ പ്രാപിക്കുവാൻ അനുസരിച്ച് ജീവിക്കേണ്ട പ്രമാണം, നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൽ 2 ഭാഗത്ത് പറയുന്നുണ്ട്. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക, സാക്ഷാലുള്ള ജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ പഥ്യവചനം, ഈ പഥ്യോപദേശം മുറുകെ പിടിക്കാൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ തെറ്റ് ചെയ്താൽ ആ നിയമത്തിനനുസരിച്ചാണ് അവനെ ശിക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സിനിമാ ഫീൽഡിൽ നടന്ന അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ പറയാൻ താല്പര്യമുണ്ട്. ഈ ചീഞ്ഞളിഞ്ഞവരുടെ കാര്യം പറയാതിരിക്കുന്ന നല്ലത്, എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു വനിതാ ജഡ്ജി പറഞ്ഞു, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടാതെ അനീതിയുള്ള വിധിയാണ് ഈ പ്രസ്താവിച്ചതെന്ന്. കാരണം അവർക്കറിയാം, അവരുടെ ഫീൽഡിലുള്ളവരാ. ഈ വിധി അവർ മാനിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞത് തള്ളിക്കളഞ്ഞവര്. അവർ മാത്രമല്ല, സിനി ഫീൽഡിലുള്ളവരും ലോക മനുഷ്യരായിട്ടുള്ളവരും ഒരുവിധം നല്ല മനസ്സാക്ഷിയുള്ളവരും. നല്ല മനസ്സാക്ഷിയുള്ള ലോകത്തുണ്ടല്ലോ കുറച്ച് പേര്. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയിൽ ഉളവാകുന്ന സ്നേഹം ദൈവമക്കൾക്കുള്ളത്. മറ്റുള്ളവർക്കൊരു നല്ല മനസ്സാക്ഷിയുള്ളവരുണ്ട് കുറേ പേര്. അവരെല്ലാം ആ വിധിയെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഞാനതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി, കുറ്റവാളികൾ ഇവിടെ രക്ഷപ്പെട്ടാലും ദൈവത്തിൻ്റെ മുൻപാകെ, ദൈവിക കോടതിയുടെ മുൻപാകെ അവർ പിടിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനവിടെ അധികം നിൽക്കുന്നുമില്ല. ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ സ്വർഗീയ കോടതിയുടെ മുൻപാകെ നമ്മൾ കുറ്റക്കാരായി മാറും. ക്യാമറകൾ ഒപ്പിയെടുക്കുന്നത് ആ ക്യാമറകളുടെ ആംഗിളുകൾക്കുള്ളിൽ നിന്നാണ്. ഒരുപക്ഷെ ഇത്ര ദൂരത്തെ പരിധിയേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിലെ കോടതിയിൽ വെച്ചിരിക്കുന്ന ക്യാമറ, സ്വർഗീയ കോടതിയിലെ ക്യാമറ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒപ്പിയെടുക്കും. നമ്മുടെ സംഭാഷണം ഒപ്പിയെടുക്കും, നമ്മുടെ നിരൂപണം ഒപ്പിയെടുക്കും, നമ്മുടെ നടപ്പ് കിടപ്പ് എല്ലാം ഒപ്പിയെടുക്കും, നമ്മുടെ വാക്കുകൾ ഒപ്പിയെടുക്കും, നമ്മുടെ പ്രസംഗങ്ങൾ ഒപ്പിയെടുക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ഒപ്പിയെടുക്കും. അവസാനം അതിന് തക്കതായ പണിഷ്മെന്റ് നമുക്ക് ലഭിക്കാനിടയായിത്തീരും. ആ ഭയം കൊണ്ടാണ് ഞാനിത് ഇത്ര ശക്തിയോടെ വിളിച്ചു പറയുന്നത്. നമ്മുടെ വാക്കുകൾക്ക് ശിക്ഷാവിധിയുണ്ട്, നമ്മുടെ നിരൂപണങ്ങൾക്ക് ശിക്ഷയുണ്ട്, നമ്മുടെ പ്രവൃത്തികൾക്ക് ശിക്ഷയുണ്ട്. കോഴ വാങ്ങുന്നവനും കോഴ കൊടുക്കുന്നവനും, കൈക്കൂലി കൊടുക്കുന്നവനും കൈക്കൂലി വാങ്ങുന്നവനും ആത്മീയ കുളത്തിലെ കാര്യമായിട്ടാണ് പറയും. എല്ലാവർക്കും ശിക്ഷയുണ്ട്. പലരും വിചാരിക്കുന്ന ദൈവം നമ്മളെ കർത്താവ് തന്നെ വചനത്തിൽ തന്നെ അങ്ങനെ, ഞാൻ നിന്നെ പോലെയുള്ളതെന്ന് ഓർത്തു, പൊട്ടനാണെന്ന് ഓർത്തിരിക്കുക. ദൈവം ഒരു പൊട്ടനായിട്ട് ചിത്രീകരിക്കുന്ന പെന്തക്കോസുകാരുണ്ട്. അല്ല, പൊട്ടനല്ല. ദൈവം സകലവും കാണുന്നു. ഭൂമി അതിൻ്റെ പൂർണ്ണതയും ഭൂതലത്തിലെ നിവാസികളെ എല്ലാവരെയും ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ആകാത്തവരെയും നല്ലവരെയും നോക്കി കണ്ടുകൊണ്ടിരിക്കുക ദൈവം. യഹോവയുടെ കണ്ട് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുന്നു. യഹോവയുടെ ക്യാമറ ഭൂമി മുഴുവൻ വെച്ചിട്ടുണ്ട്. പൊട്ടന്മാരായ വിശ്വാസികൾ നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാ. നിന്റെ പ്രസംഗവും നിന്റെ ജീവിതവും ഒരുപോലെയാണോ എന്ന് ദൈവം കണ്ടുകൊണ്ടിരിക്കുക. അതാ എനിക്ക് ഭയം. ദൈവമേ, ഈ വചനം വിളിച്ചു പറഞ്ഞിട്ട് ഞാനൊരു കുറ്റവാളിയായി തീരല്ലേ, അതാണ് എൻ്റെ ഭയം. പിന്നെ എൻ്റെ തെറ്റുകൾക്കെതിരെ ന്യായമായ നിലയിൽ വിരൽ ചൂണ്ടുന്നവരോട് എനിക്ക് സ്നേഹമുണ്ട്, തിരുത്താൻ ഞാൻ തയ്യാറാണ്. വചനത്തിലൂടെ ചുമ്മാ കിടന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രയോജനമില്ല. അതൊക്കെ അന്തരീക്ഷ മലിനീകരണമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടമുള്ള തലമുറ നടുവിൽ നമ്മൾ വക്രതയുള്ളവരായിട്ടല്ല ജീവിക്കേണ്ടത്. അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് അങ്ങനെ ജീവിക്കേണ്ടത്. പത്രോസിന്റെ 1-ാം പ്രസംഗത്തിലുണ്ട്, ഈ വക്രതയുള്ള തലമുറ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുക. ആരാ വക്രതയുള്ള തലമുറ? അന്ന് യഹൂദന്മാരാ, വക്രന്മാരാ. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ,
ഹോശേ മുതൽ മലാഖി വരെയുള്ള പ്രവചന പുസ്തകങ്ങൾ, യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശേ മുതൽ മലാഖി വരെയുള്ള പ്രവചന പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചോ. ഇസ്രായേലേ മടങ്ങി വരിക, ഇസ്രായേലേ മടങ്ങി വരിക, ഇസ്രായേലേ മടങ്ങി വരിക എന്നാ പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നതെന്ന് വായിച്ച് പറയാനായിട്ട് എനിക്ക് പ്രേരണയുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു ഭാഗം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നു. ഞാനതെടുത്ത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 22-ാം അധ്യായം, യെഹെസ്കേൽ 22, യഹോവയുടെ 23. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അതിനോട് പറയേണ്ടത്, ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും. ഇതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ ഗ്രഹിച്ചു കൊള്ളുക. അതിൻ്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ കൂട്ടുകെട്ടുണ്ട്. അലറി ഇര കടിച്ച് കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളെ വിലയേറിയ വസ്തുക്കളായും അപഹരിച്ചുകൊണ്ട് അവർ അതിൻ്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പ്രസംഗിക്കാൻ നല്ലതാണ്. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവരുടെ ശബ്ദങ്ങളെ നോക്കാതെ കണ്ണടച്ച് കളയുന്നു. അതിലെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയേണ്ടതിനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. ഇന്നും അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുമ്മായം തേയ്ക്കുന്നു. കള്ളപ്രവാചകന്മാർ കള്ളപ്രവചനം നടത്തുന്നു, കുമ്മായം തേയ്ക്കുന്നു. സ്തോത്രം. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചുപറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെയും അന്യമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപിൽ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു. അവരുടെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇസ്രായേലിൽ നിന്ന് പാട്ടും പാടി പുറപ്പെട്ട 35 ലക്ഷം എന്നൊക്കെ പറയുന്നു. 35, 25 ലക്ഷമൊക്കെ ഉണ്ടെന്ന് പറയും. എന്തുമായിട്ട് ലക്ഷക്കണക്കിന് ജനം പാട്ടും പാടി പുറപ്പെട്ടവരാണ്. സന്തോഷത്തോടെ അവർ പുറപ്പെട്ടു. സംഗീത നിശയോട് മിരിയാമിൻ്റെ നേതൃത്വത്തിൽ സംഗീത നിശയോടുകൂടി അവർ പുറപ്പെട്ടു. അവസാനം വന്ന് 40 വർഷം കഴിഞ്ഞപ്പോൾ 2 എണ്ണം ഉണ്ടായി. എന്ത് പറ്റി? മരുഭൂമിയിൽ അവരുടെ ശവങ്ങൾ വീണുപോയി. പൗലൂസിൻ്റെ ടീച്ചിങ്. മരുഭൂമിയിൽ അവർ പട്ടുപോയി. പൗലൂസിൻ്റെ ടീച്ചിങ്. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവർ മരുഭൂമിയിൽ പട്ടുപോയി. ഇവിടെ ഞാൻ പ്രസംഗിച്ചൊരു ഭാഗമുണ്ട്, അത് നിങ്ങളെ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം. ഞാൻ മുമ്പ് മെസ്സേജായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടവർക്ക് ഒരു പക്ഷേ ഓർമ്മ വരും. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു, യാക്കോബ് ഇറവത്തിൻ്റെ സന്തതിയോട് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു, ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് ഇസ്രായേൽ ദേശത്ത് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തി ഞാൻ അവരോട് സത്യം ചെയ്തു. 1, ഞാൻ തെരഞ്ഞെടുത്തു എന്ന് സത്യം ചെയ്തു. 2, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തി സത്യം ചെയ്തു. 3, ഹല്ലേലൂയ, ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതുമായ സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു. 3 സത്യം ചെയ്യൽ. 1 തെരഞ്ഞെടുത്തു, 1 ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് സത്യം ചെയ്തു, 2 നിങ്ങളുടെ അടിമ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുവിച്ച് നിങ്ങളെ കൊണ്ടുവരുമെന്ന് സത്യം ചെയ്തു. ദൈവം സത്യം ചെയ്തത് നിവർത്തിച്ചു. എന്നിട്ടോ വാക്കുകൂടി കേട്ടോണേ. ഞാൻ അവർക്ക് ദേശം കൊടുക്കുമെന്ന് സത്യം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദൈവത്തിൻ്റെ മഹത്വമായിരിക്കുന്ന ദേശത്തേക്ക്
അവരെ കൊണ്ടുപോകയില്ലെന്ന് സത്യം ചെയ്തു. അയ്യോ, അതെന്ത് പറ്റി? പാസ്റ്റർമാരെ, വിശ്വാസികളെ, ഇതൊക്കെ ഒന്ന് പഠിക്കുക, ഇതൊക്കെ ഒന്ന് പ്രസംഗിക്കേ. എന്ത് പറ്റി? അവർ വിഗ്രഹാരാധികളായി. സ്വന്തം മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരുടെ സ്വന്തം വഴിപാടുകളാൽ അശുദ്ധമാക്കി. എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശനം ചെയ്യിച്ചതിനാൽ ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാട് എങ്ങനെ കണ്ടു? അവർ അശുദ്ധമാക്കിയതായിട്ട് കണ്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു, ഞാൻ അവരെ ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്ന് സത്യം ചെയ്തു. ഹല്ലേലൂയ. നാലാമത്തെ സത്യം ചെയ്യൽ കണ്ടോ? വിഗ്രഹാരാധനകളായി യഹൂദ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചപ്പോൾ വേറൊരു പ്രവചനഭാഗത്ത് ഇങ്ങനെ പറഞ്ഞത്, അവരെൻ്റെ മകനെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ യഹൂദ കുടുംബത്തിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ടാണ് ദൈവം കണ്ടത്. ആ കുഞ്ഞുങ്ങളെ ഗുണം പിടിക്കാത്ത ഇസ്രായേൽ മക്കൾ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. അവരെ രക്ഷിക്കാൻ വേണ്ട മശിയെ അവർ തള്ളിക്കളഞ്ഞു. 160 രാഷ്ട്രങ്ങളിൽ അവർ ചെതറിപ്പോകാനുള്ള കാരണം എന്താ കാര്യം പറ. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളിലും വരട്ടെന്ന് പറഞ്ഞ് യഹൂദ പരീക്ഷകൾ നിലവിളിച്ചു. യഹൂദന്മാരുടെ പിതാക്കന്മാർ നിലവിളിച്ചു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ആ നിലവിളി ദൈവം അങ്ങനെ തന്നെ ശരിവെച്ചു. 160 രാഷ്ട്രങ്ങളിൽ ചെതറിക്കപ്പെട്ടു. ദേവാലയം ചുട്ടു ചാമ്പലാക്കി. സ്വർണമെല്ലാം കൊള്ളയടിച്ചു. എല്ലാവരും അടിമകളാക്കി പിടിച്ചോണ്ടുപോയി. ലോകം മുഴുവൻ യഹൂദൻ ചെതറിച്ച രാജ്യങ്ങളിൽ അവര് ഘോരമായ പീഡകളിലൂടെ മരിച്ച് ചത്തൊടുങ്ങി. എങ്കിലും ദൈവം അരുളി ചെയ്തു, ഞാൻ അവരെ മടക്കി വരുത്തുമെന്ന് ദൈവം അരുളി ചെയ്തു. അതുകൊണ്ട് ശേഷിപ്പിനെ ദൈവം മടക്കി വരുത്തി. 1948 രാഷ്ട്രം സ്ഥാപിച്ചു. ശക്തിയോടെ അവർ നിൽക്കുകയാണ്. 5-ാമത്തെ സത്യം ചെയ്യലോട് ഞാൻ വായിക്കാം. എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. അവർ ചെന്നു പാർക്കുന്ന രാജ്യത്ത് നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും. എങ്കിലും അവർ ഇസ്രയേൽ ദേശത്ത് കടക്കയില്ല. അതാരെ കുറിച്ച് പറയാ? ഇസ്രയേൽ മക്കൾ. ഈ ചെതറിക്കപ്പെട്ടുള്ള 1% മാത്രമേ അവരുടെ സന്തതികൾ മടങ്ങി വന്നുള്ളൂ. ബാക്കിയെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി. 160 രാഷ്ട്രങ്ങളിൽ യഹൂദനും ചെതറിക്കപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു, വേദപണ്ഡിതന്മാർ പറയുന്നതാണ്. ആ 160 രാഷ്ട്രങ്ങളിലും ജർമ്മനിയിൽ 60 ലക്ഷം പേരെ ഗ്യാസ് ചാമ്പറിൽ കൊന്നൊടുക്കി ഹിറ്റ്ലർ. മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും ഇവരെ കൊലവടി നടത്തുകയായിരുന്നു. യഹൂദന്റെ കൊഴുപ്പ് കൊണ്ട് സോപ്പുണ്ടാക്കി ലണ്ടനിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ലണ്ടനിൽ പോകുന്നവർ വേണമെങ്കിൽ ഒന്ന് കണ്ടോണേ പോയി. ലണ്ടനിലാണെന്ന് എൻ്റെ ഓർമ്മ. ഹല്ലേലൂയ. അങ്ങനെ ഈ ജാതി ശാപഗ്രസ്തമാകാനിടയായി. എന്താ കാര്യം? ദൈവരോട് സത്യം ചെയ്തതല്ലേ? ഞാൻ അവരെ തെരഞ്ഞെടുത്തു എന്ന് സത്യം ചെയ്തതല്ലേ? ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയെന്ന് സത്യം ചെയ്തതല്ലേ? ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, ദൈവത്തിന്റെ മഹത്വമായിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുകയും സത്യം ചെയ്തതല്ലേ? പാപം ചെയ്തപ്പോൾ ദൈവം സത്യം തിരുത്തി ചെയ്തു. ഞാൻ അവരെ നശിപ്പിച്ചു കളയും, ഞാൻ അവരെ കൊണ്ടുവരികയില്ല. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവർ കാലെടുത്ത് വെക്കില്ല. അനേകർ പട്ടുപോയി. ഒരു ചെറിയ ശേഷിപ്പാണ് ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നത്. ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ഇന്നും അവരെങ്ങാണ്ടും ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ. ലോകരാഷ്ട്രങ്ങളുടെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ ഇസ്രായേൽ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. പക്ഷെ ഉള്ളവർ തീപ്പന്തങ്ങളാണെന്നുള്ളതും വേറൊരു വിഷയം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ സത്യം ചെയ്ത ദൈവം തന്നെ തിരുത്തി സത്യം ചെയ്യാനും ദൈവം മടിക്കാത്തവനാണെന്ന് ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തിക്കാരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിച്ചോണം. കാരണം നമ്മുടെ കപടഭക്തി കൊണ്ടും നമ്മുടെ വചനവ്യവസ്ഥ വെട്ടുള്ള പോക്ക് കൊണ്ടും, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കെടുത്ത് നിങ്ങൾ വിരിക്കേണ്ടതിന് പിന്നെയും നിങ്ങൾ ചേർത്തുകൊള്ളൂ എന്നൊക്കെ സത്യം ചെയ്തിട്ടുണ്ട്, കാര്യം ചെയ്യുക. പക്ഷേ നമ്മൾ അർസന്ധക്കേട് കാണിച്ചാൽ ദൈവം നമ്മളെ കൈവിട്ട് കളയും. ധനവാന്റെ ഒപ്പം നമുക്ക് സീറ്റ് തരും. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. വക്രതയും കോട്ടമുള്ള തലമുറ നടുവിൽ ദൈവത്തിന് അലിഞ്ഞൊരു പരമാർത്ഥികളും ദൈവത്തെ നിഷ്കളങ്ക മക്കളാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദം കൂടാതെ ചെയ്യും. അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്.
നമ്മളിലുള്ള വെളിച്ചം ലോകം കാണട്ടെ, നമ്മളുടെ ആത്മീയരസം മറ്റുള്ളവർ കാണട്ടെ. ഇന്ന് വെളിച്ചമില്ലാതെ കൂരിട്ട് കിടക്കുക ദൈവമക്കൾ. ഇന്ന് രുചി കൊടുക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇലക്ഷന് നിൽക്കാനായിട്ട് കാൻഡിഡേറ്റിനെ നിർത്തുന്ന പ്രസ്ഥാനങ്ങളും അവരുടെ ലീഡർമാരും ആത്മീയ കുരുടന്മാരും ആത്മീയ നഗ്നന്മാരും ആത്മീക ദരിദ്രവാസികളുമാണെന്ന് ഓർത്തുകൊള്ളണം. അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെടേണ്ടത് ആവശ്യം. സമ്പന്നനാകുന്നത് എങ്ങനെയാണ്? ദൈവസഭയുടെ ഉപദേശം ക്രിസ്തുവിൻ്റെ പ്രമാണമാണ്, ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ആ ഉപദേശം സഭയ്ക്ക് കിട്ടുമ്പോഴാണ് സഭ ആത്മീക സമ്പന്നനാകുന്നത്. അല്ലെങ്കിൽ സഭ ആരാ? ദരിദ്രനാ. ഇപ്പോൾ കുരുടെന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാടിലാണ് ദൈവജനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതില്ലാത്തപ്പോൾ എന്ത് ചെയ്യൂ? ദൈവസഭ കുരുടന്മാരായിട്ട് കിടക്കുക. ശാസ്ത്രിമാരും പരീശന്മാരും അല്ലയോ കുരുടനെ വഴികാട്ടുന്നവരെ എന്നല്ലേ കർത്താവ് വിളിച്ചത്? കുരുടന്മാരായ വഴികാട്ടികളെ എന്നല്ലേ വിളിച്ചത്? യെശയ്യാവ് 3:12 വായിച്ച് പഠിച്ചോണേ. ദൈവവഴി മറിച്ച് കളയുന്ന ഉപദേഷ്ടകന്മാർ, ദൈവവഴി നശിപ്പിച്ച് കളയുന്നവർ, തെറ്റിച്ച് കളയുന്നവർ ആ സംഘമായി മാറി. നന്നായിട്ട് വായിച്ച് പഠിച്ചോണം. യെശയ്യാവ് 3:12. അതെ, സ്വത്രം. അവസാനം പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. ജ്യോതിസായിട്ട് പ്രകാശിക്കേണ്ട വ്യക്തികളാണ് നമ്മൾ. അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല, ഇന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. പൗലോസിന്റെ ഓട്ടവും അധ്വാനവും വൃഥാവായില്ല. ഇന്ന് അനേകരുടെ ഓട്ടവും അധ്വാനവും വൃഥാവായി. ഞാൻ ഓർക്കുന്നു, ഈ രക്ഷിക്കപ്പെടുന്ന സമയത്തൊക്കെ അനേക കരുത്തന്മാർ, ശക്തന്മാർ, അവരുടെ ഓട്ടവും അധ്വാനവും എല്ലാം വൃഥാവായി. അവർ ഓടി ഓടി ഭൗതികം സമ്പാദിച്ചു, അവർ ഓടി ഓടി ലോകസ്നേഹികളായി, അവർ ഓടി ഓടി ദ്രവ്യാഗ്രഹികളായി, അവർ ഓടി ഓടി ഇന്നത്തെ പൊളിറ്റിക്സിലെ കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടുത്തം നടത്തുന്നവരായി. ഇന്നും അതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്? എല്ലാം നശിച്ച് നാമാവശേഷമായി കിടക്കുക. അവരുടെ ഇടയിൽ നമ്മളാരാ? ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കുമ്പോഴാണ് ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് നമുക്ക് പ്രശംസിക്കാൻ കഴിയുന്നത്. എന്നിട്ടാണ് ആ 17-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അതേ നിങ്ങളെല്ലാവരോടും കൂടി സന്തോഷിക്കും. ദൈവമക്കൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ആ വിശുദ്ധൻ രക്തം ചിന്തി. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം രക്തം ചിന്തി. ഇന്നത്തെ ശിഷ്യന്മാരെ രക്തം ചിന്താൻ തയ്യാറല്ല, അവർ രക്തം കൊടുക്കാൻ പോലും തയ്യാറില്ല. അവരെ മറ്റുള്ളവരെ കൊന്നും മുടിച്ചുകൊണ്ടിരിക്കുക, അവർ സുവിശേഷം വെച്ച് തിന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത്ര സങ്കടത്തോടെ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. സ്വന്തം. ഇനി ചില വാക്യങ്ങൾ മാത്രം പറയുന്നു. 21-ാം വാക്യം. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും. ഒരു പാസ്റ്റർ ഒരു സ്ഥലത്ത് ശുശ്രൂഷനായിരിക്കുമ്പോൾ 2, 3, 4 വർഷം ഇരുന്നിട്ട് ഒരു പാസ്റ്ററിനോട് പറഞ്ഞതാ, 5 വർഷം കഴിയുമ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലവും വീടും അവിടെ ഉണ്ടാക്കിയിടും. അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് ശുശ്രൂഷകനായിട്ട് പോയാൽ അവിടെയും പോയി 5 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടാക്കും. അങ്ങനെ 3-4 സ്ഥലത്ത് ഇരുന്ന് കഴിയുമ്പോൾ മക്കൾക്കും ഭാര്യയ്ക്കും തനിക്കും വേണ്ടി 5 സെൻറ്റ് സ്ഥലവും ഓരോ വീടും ഉണ്ടാക്കും. പൗലോസ് എന്താ പറഞ്ഞേ? യേശു ക്രിസ്തുവിൻ്റെ കാര്യമില്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കും. സുവിശേഷം പ്രസംഗിച്ച് 1 രൂപ സമ്പാദിക്കാൻ പ്രമാണമില്ല സഹോദരങ്ങളെ, പാസ്റ്റർമാരെ, ആത്മീയ ഗോളമേ കേക്ക്. സുവിശേഷം പ്രസംഗിച്ച് 1 പൈസ സമ്പാദിക്കാൻ പ്രമാണമില്ല. സുവിശേഷം പ്രസംഗിച്ച് 11 കോടിയുടെ വീട്, 1 കോടിയുടെ കാറ്. എറണാകുളം പട്ടണത്തിലുള്ളൊരു ഉപദേശം എനിക്കറിയാം. അവര് കൾട്ട് ഉപദേശമാണ് പുള്ളി പറയുന്നത്. പക്ക കൾട്ട. ഇവിടെ പിറന്നാൾ വന്നപ്പോൾ 1 കോടിയുടെ കാറാണ് കൊടുത്തത്. ഞാനാണെങ്കിൽ ആ സാധനം 1 കോടിയുടെ കാറ് വിറ്റിട്ട് അത് അവയിലെ പാവം പിടിച്ച കുട്ടികളെ കല്യാണം കഴിക്കാൻ കൊടുക്കാൻ പോയി. എനിക്ക് വേണ്ട. അങ്ങനെയുള്ള അവളെ പാസ്റ്റർ ആകത്തില്ല. നമ്മൾ 5 ചർച്ചുകൾ പാസ്റ്ററായിട്ട് വിളിച്ചിട്ട് ഞാൻ പോകാത്ത മനുഷ്യനാണ്. ഈ സ്വതന്ത്രമായിട്ട് നിന്ന് ദൈവവചനം അനുസരിച്ച് അക്കരെ പോവുക, സ്വർഗത്ത് പോവുക, അത്ര മാത്രമുള്ള ലക്ഷ്യം. ഒരു പരിപാടിയില്ല. കള്ളന്മാരുടെ കൂടെ ഞാൻ കൂട്ടിയിരുന്നാൽ ഞാനും കള്ളനാവും. അതുകൊണ്ടാണ് എനിക്കതിന് മനസ്സില്ല. ലക്ഷക്കണക്കിന് ശമ്പളമുള്ള ജോലി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് കഷ്ടപ്പാടും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അവസാനം നരകത്തിൽ പോയി കിടക്കാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് ദൈവമക്കളെ, അല്ല വേറൊന്നുമില്ല. സ്വന്തം ക്രിസ്തുവിൻ്റെ കാര്യമില്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കും. പ്രധാനമായ ഉപദേശം ഞാൻ ഈ 2-ാം അധ്യായത്തിലേ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എനിക്ക് കർത്താവ് വെളിപ്പെടുത്തിയ വചന വെളിപ്പാട് ഞാൻ നിങ്ങൾക്കും പകർന്നു തന്നു. വളരെ മനോഹരമായൊരു സന്ദേശമാണ് ഇന്ന് പൽക്കാലം കർത്താവ് നമ്മൾ തന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം
പ്രസംഗിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം പിടച്ചു വികസിക്കുക. അപ്പോൾ ഞാൻ ആരാണ്? ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവനായി തീരേണ്ടവനാണ്. ഞാൻ ആരാണ്? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായി തീരേണ്ടവനാണ്. ഞാൻ ആരാണ്? അവൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരേണ്ടവനാണ്. എന്നാൽ ഇപ്പോഴും എൻ്റെ സ്വഭാവം അങ്ങനെയാണോ? അല്ല. ഞാൻ ജഡത്തിലിരിക്കുക. കുറ്റങ്ങൾ ഓരോളൊക്കെ എനിക്കുണ്ട്. എന്നാൽ ഈ ഉപദേശം പഠിച്ചും പ്രസംഗിച്ചും അനുസരിച്ചും ജീവിച്ചും ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണ ഒരു തികവ് വന്നു കഴിയുമ്പോൾ അപ്പം ഞാൻ അതിൽ ഒരുപക്ഷെ ലോകത്ത് ഞാൻ കാണത്തില്ല, പിന്നെ ഞാൻ മരിച്ചു. പക്ഷേ ക്യാപ്റ്റൻ ഷമുൽ പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ തികഞ്ഞവനായി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഈ ലോകത്ത് കാണത്തില്ല. ദൈവം ഈ ലോകത്തിൽ നിന്ന് മാറ്റും. ആ തികവ് വരുന്നവരെയും നമ്മൾ ഒരുപക്ഷെ ബലഹീനനാണെങ്കിൽ ഈ ലോകത്ത് ഇരിക്കേണ്ടി വരും. അപ്പോൾ തന്നെ നമ്മൾ വചനമനുസരിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചുകൊണ്ടിരിക്കുക. ലഭിച്ചു കഴിഞ്ഞൊന്നോ തികഞ്ഞവനായെന്നല്ല, തികയാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ ഞാൻ പറയും. അതുകൊണ്ട് ഞാൻ വായിച്ച് എൻ്റെ വാക്കുകളെ നിർത്താൻ കർത്താവിൽ ശരണപ്പെടുക. പൗലോസ് പറയുന്ന ഭാഗം വളരെ കറക്റ്റാണ്. ഹല്ലേലൂയ. സഹോദരന്മാരെ, പിടിച്ചിരിക്കുന്നു നിരൂപിക്കുന്നില്ല. പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളതൊക്കെ മറന്ന് മുൻപുള്ളവരുടെ ആഞ്ഞ് പരമ്പരയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് ഓടിക്കൊണ്ടിരിക്കുക. ഓട്ടം ജീവിതമാണ്. നമ്മൾ തികഞ്ഞവരൊക്കെയും ഇത് തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതും നിങ്ങൾക്ക് വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് നടക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ പരിജ്ഞാനം അനുസരിച്ച് ഓരോ പാസ്റ്റർമാരും നടക്കുകയും പ്രസംഗിക്കുകയും ചെയ്യണം. നമുക്ക് തോന്നിയത് പറയാനുള്ളതല്ല പ്രസംഗവേദികൾ. പൗലോസ് പ്രസംഗിച്ചതുപോലെ, പത്രോസ് പ്രസംഗിച്ചതുപോലെ, സ്തേഫാനോസ് പ്രസംഗിച്ചതുപോലെ, ഫിലിപ്പോസ് പ്രസംഗിച്ചതുപോലെ, കർത്താവിൻ്റെ ശിഷ്യന്മാർ പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കണം. വിഴുങ്ങിക്കളയരുത്. അതുള്ളതുപോലെ പറയണം. എന്നാലേ ജനം നന്നാകത്തുള്ളൂ. ആത്മനിയോഗത്താലാണ് പ്രസംഗം. പഠിച്ചു വെച്ച് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊന്നും പ്രസംഗമില്ല. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിച്ച ആ പഠനമാണ് എനിക്ക് വളരെ ഗഹനമായിട്ട് തോന്നിയത്. എഫേസ്യർ 6 പറയുന്നു, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് ഞാൻ പ്രസംഗിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പ്രസംഗിക്കാൻ നേരത്ത് നമ്മുടെ വായിൽ വചനം തരും, ഹൃദയത്തിൽ വചനം തരും, ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനം തരും. അത് ശക്തിയോടെ വിളിച്ചു പറയും. എല്ലാ വചനത്തിൻ്റെ പൊരുളുകൾ ഒരുപോലെ ഒരുപക്ഷെ പറഞ്ഞു എന്ന് വരികയില്ല. അത് ആത്മാവാണ് ആ ചെയ്യുന്നത്. അതെ, ഇന്ന് പ്രസംഗിച്ച വചനം എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു, എൻ്റെ ഹൃദയം ഇടറുകയാണ്. ദൈവമേ, ഇത്ര വലിയൊരു സന്ദേശം, ഇത്ര വലിയ അപ്പോസ്തലന്മാരുടെ ഉപദേശം കർത്താവ് എനിക്ക് തന്നല്ലോ. 2025 നമ്മളെ പിന്നിടുകയാണ്. ഏതാനും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, സുമാർ 2 ആഴ്ച കഴിയുമ്പോൾ ഈ വർഷം നമ്മളെ പിന്നിടുകയാണ്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് എത്ര പേർക്ക് അത് പ്രവേശിക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. പുതുവർഷം നമുക്ക് വേണ്ടി തരുന്നെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യോപദേശം അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ആ പുതിയ വർഷം നമുക്ക് പ്രയോജനമായി തീരട്ടെ. വചനം അനുസരിക്കുവാൻ, വചനം അതിൻ്റെ തനിമയിൽ പ്രസംഗിക്കുവാൻ. ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന വചനങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുവാൻ, രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ, വചനമനുസരിച്ച് ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നിങ്ങൾക്കും കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവേ, വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങൾക്കാലം ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി കർത്താവേ, പത്യവചനം, പത്യോപദേശം അടിയനും ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും, നേരിട്ട് കേട്ടവർക്കും, കർത്താവേ, വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബിലൂടെ കേൾക്കുന്നവർക്കും അനുഗ്രഹമായി തീരണം. ദൈവരാജ്യത്തിൻ്റെ അംശങ്ങളായി മാറുവാൻ, നിത്യതയുടെ അംശങ്ങളായി മാറുവാൻ, നാശയോഗ്യമായ ഈ ലോകത്തിൽ നിന്ന്, സ്തോത്രം, ഈ ദുഷ്ടലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് കർത്താവിൻ്റെ വരവിൽ ഞങ്ങൾക്ക് ചെന്നെത്തുവാൻ ഈ വചനങ്ങൾ ഓരോന്നും ഉപകാരമായി ഭവിക്കട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. സർവമഹത്വവും പിതാവേ,
യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കരുണയോട് കേൾക്കണം നല്ല പിതാവേ. കർത്താവിടെ പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചു അടുത്ത പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കാവലും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഉലകത്തുള്ള സകല വിശുദ്ധന്മാരോടും എസ്പെഷ്യലി ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിൻ്റെ വരവരെ ഇന്നു മുതൽ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവിൻ്റെ ദിവ്യ സമാധാനം നമ്മളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.